ഭാരതത്തെ വികസനത്തിൻ്റെ പുതിയ ആകാശങ്ങളിലേക്ക് നയിച്ച് ഓരോ ഭാരതീയൻ്റെയും അന്തസ്സും അഭിമാനവും ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച ജനനായകൻ നരേന്ദ്രമോദി ചരിത്രം തിരുത്തിക്കുറിച്ചിരിക്കുകയാണ്. തുടർച്ചയായി 12 വർഷ ഭരണകാലയളവ് പൂർത്തിയാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റെക്കോർഡാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാത്ത ദേശീയബോധവും കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരുടെ കണ്ണീരൊപ്പിയ ജനക്ഷേമ നയങ്ങളും ശക്തമായ സാമ്പത്തിക ഉൾപ്പെടുത്തലുകളുമാണ് മോദി സർക്കാരിൻ്റെ ഭരണകാലയളവിനെ സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തിയത്. ന്യൂഡൽഹിയിൽ നടന്ന NDA നേതാക്കളുടെ ചരിത്രപ്രധാനമായ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ഭാരതീയ പൈതൃകത്തിലൂന്നിയ മാർഗനിർദ്ദേശ തത്വങ്ങളാണ് തങ്ങളുടെ ഭരണത്തിൻ്റെ നട്ടെല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തെ വികസന യാത്ര വെറുമൊരു തുടക്കം മാത്രമാണെന്നും വരും വർഷങ്ങൾ ഇതിലും പുതിയതും ദൃഢവുമായ നാഴികക്കല്ലുകൾ രാജ്യത്തിന് സമ്മാനിക്കുമെന്നും അദ്ദേഹം രാജ്യത്തെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. മോദിയുടെ ജൈത്രയാത്രയുടെ ഭാഗമായ പ്രധാനപ്പെട്ട 12 പദ്ധതികളുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇടനിലക്കാരുടെ അഴിമതിയും കമ്മീഷൻ രാജ്യം പൂർണ്ണമായും അദ്ദേഹം തുടച്ചു നീക്കി. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലൂടെയും നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെയും ഓരോ പൈസയും അർഹരായ പൗരന്മാരുടെ കയ്യിലെത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ മോദി സർക്കാർ വിപ്ലവകരമായ പദ്ധതികളാണ് നടപ്പാക്കിയത്. കോൺഗ്രസ് ഭരണകാലത്ത് ബാങ്ക് അക്കൗണ്ടുകൾ പോലും ഇല്ലാതിരുന്ന സാധാരണക്കാർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകിയ ജൻധൻ യോജനയിലൂടെ 56 കോടിയിലധികം അക്കൗണ്ടുകളാണ് ആരംഭിച്ചത്. ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളെ ശുചിത്വത്തിലേക്ക് നയിച്ച സ്വച്ഛ് ഭാരത് മിഷനിലൂടെ 12 കോടിയിലധികം ഗാർഹിക ശുചിമുറികൾ നിർമ്മിച്ച് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി. പാവപ്പെട്ടവർക്ക് തലചായ്ക്കാൻ 4 കോടിയിലധികം വീടുകൾ നൽകിയ PM ആവാസ് യോജനയും ഗ്രാമീണ മേഖലയിലെ 15.8 കോടിയിലധികം കുടുംബങ്ങൾക്ക് കുടിവെള്ള കണക്ഷനുകൾ എത്തിച്ച ജൽജീവൻ മിഷനും ദരിദ്ര നാരായണന്മാരോടുള്ള ഈ സർക്കാരിൻ്റെ പ്രതിബദ്ധതയുടെ തെളിവ് തന്നെയാണ്. പുകയേറ്റ് കണ്ണീരൊഴുക്കിയ അമ്മമാർക്കായി 10 കോടിയിലധികം സൗജന്യ LPG കണക്ഷനുകൾ ഉജ്ജ്വല യോജനയോടെ നൽകിയപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് വഴി 44 കോടിയിലധികം കാർഡുകൾ വിതരണം ചെയ്ത് പാവപ്പെട്ടവർക്ക് 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സയും ഉറപ്പാക്കി. വരുമാന പരിധിയില്ലാത്ത 70 വയസ്സിന് മുകളിലുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും ഈ സംരക്ഷണം ലഭ്യമാക്കിയത് മോദി സർക്കാരിൻ്റെ കരുതലിൻ്റെ നേർചിത്രം തന്നെയാണ്. ദേശീയ സുരക്ഷയ്ക്കും ആഭ്യന്തര വികസനത്തിനും ഒരുപോലെ പ്രാധാന്യം നൽകുന്ന മോദി സർക്കാർ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരംഭിച്ച PM ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ 81.3 കോടിയിലധികം ജനങ്ങൾക്ക് പ്രതിമാസം 5 കിലോഗ്രാം സൗജന്യ ഭക്ഷ്യദാനം ഉറപ്പാക്കി. ഇതും വരും വർഷങ്ങളിൽ നീട്ടിയിട്ടുണ്ട്. അന്നദാതാക്കളായ ഭാരതത്തിലെ 9.5 കോടിയിലധികം കർഷകർക്ക് പ്രതിവർഷം 6000 രൂപ നേരിട്ട് നൽകുന്ന PM കിസാൻ പദ്ധതിയിലൂടെ 4.28 ലക്ഷം കോടി രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നേരിട്ടെത്തിച്ചത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് സാമൂഹിക സുരക്ഷയേകുന്ന അടൽ പെൻഷൻ യോജനയും UPI ഇടപാടുകളിലൂടെ ആഗോളതലത്തിൽ ഭാരതത്തെ ഡിജിറ്റൽ സൂപ്പർ പവർ ആക്കിയ ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയും രാജ്യത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റി. സ്റ്റാർട്ടപ്പ് ഇന്ത്യയിലൂടെ 2.23 ലക്ഷത്തിലധികം പുതിയ കമ്പനികൾ രാജ്യത്ത് ഉയർന്നു വരികയും 23 ലക്ഷത്തിലധികം പുതിയ തൊഴിലവസരങ്ങൾ പുതിയതായി സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനൊപ്പം ഒരു രാജ്യം ഒരു നികുതി എന്ന ലക്ഷ്യത്തോടെ GST നടപ്പാക്കുകയും ഏറ്റവും പുതിയ ആദായനികുതി പരിഷ്കാരങ്ങളിലൂടെ പ്രതിവർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ള മധ്യവർഗത്തിന് പൂർണ്ണ നികുതി ഇളവ് നൽകുകയും ചെയ്തത് ഭാരതത്തിലെ സാധാരണക്കാരുടെ ജീവിതം കൂടുതൽ ധന്യമാക്കി. അഴിമതിരഹിതവും ശക്തവുമായ ഈ ഭരണം വരും വർഷങ്ങളിൽ ഭാരതത്തെ ആഗോളതലത്തിൽ ഒന്നാമതെത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.